ഞങ്ങൾ അങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ബ്ലാക്കും ഗോൾഡൻ കളറും മിക്സ് വരുന്ന ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് ആ സെറ്റായി തിളങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ബർത്ത്ഡേ ആയിട്ട് കുറച്ച് തിളക്കമൊക്കെ ആവാല്ലേ. അതെ അപ്പൊ നമുക്ക് പോവാം. നമ്മള് ഡിന്നർ കഴിക്കാൻ പോകുന്നത് ഏറ്റവും ടോപ്പിലുള്ള റെസ്റ്റോറന്റിലാണ്. ഹോട്ടലിന്റെ ഏറ്റവും ടോപ്പിലുള്ള 74th ഫ്ലോർ ആണ്. അപ്പൊ അവിടെ ചെന്നിട്ടുള്ള വ്യൂവും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ അങ്ങനെ ടോപ്പ് ഫ്ലോറിൽ പോകാൻ വേണ്ടിട്ട് ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തുള്ള കുറച്ച് പ്രസരങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അങ്ങനെ ടോപ്പ് ഫ്ലോറിൽ എത്തി. ആളുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് പോണ വൈബാണ്. അത് കാണിച്ച എന്താണ് അവസ്ഥ? ഞാൻ സത്യത്തിൽ ഞെട്ടിയിരിക്കുക. ഇത്രയും നല്ലൊരു വ്യൂ ഇവിടെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ദേ ബുർജ് ഖലീഫ തൊട്ടടുത്ത്. ദുബായിലുള്ള ടോപ്പായിട്ടുള്ള ബിൽഡിങ്ങുകൾ കംപ്ലീറ്റ് ഇങ്ങനെ കാണാം. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു 74ാമത്തെ നിലയിൽ നിന്നിട്ട് ഇത്രയും നല്ലൊരു വ്യൂ. അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ്. എന്താ രസ. എനിക്ക് അറിയത്തില്ല വീഡിയോയിൽ ഇത്രയും അറിയാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നേരിട്ട് ഇത് എക്സ്പീരിയൻസ് സെറ്റല്ലേ? ഫുഡ് വരാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്താൽ പറയാൻ വാക്കുകളില്ല. ബുർജ് ഖലീഫ ബാക്കില് ബർത്ത്ഡേ തകർക്കാൻ നോക്കുമ്പോ. You have something in chocolate? ഷാരു എങ്ങനെ കണ്ടുപിടിക്കുന്നു ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ? ഒരു കഴിവല്ലേ? അയ്യോ, ഫോർക്കി കുത്തിയാ കഴിച്ചാ വരുമോന്ന് ചോദിച്ചിട്ട് ഫോർക്കൊണ്ട് കുത്തുമ്പോ വരുന്നില്ല അല്ലേ? എന്തേലും കാണിക്കണോ? അപ്പുറത്തുള്ളവൻ എന്താ കാണിച്ചോണ്ടിരിക്കുന്നത്? അപ്പുറത്ത് വരെ ഒരു ബൊക്കെ ഒക്കെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ പ്രപ്പോസ് ചെയ്യാൻ ആ പരിപാടി എന്ന് തോന്നുന്നു. നോക്കും ഇപ്പൊ പ്രപ്പോസ് ചെയ്യുന്ന പറഞ്ഞ് ഞാനാ നോക്കുന്നത്. ആ പെണ്ണിനെക്കാട്ടി കൂടുതൽ ഫോട്ടോ എടുപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ. പ്രപ്പോസ് ചെയ്യുന്നില്ല. പിന്നെ റീത്ത് കണ്ടോളൻസസ് അറിയിക്കാൻ വന്നായിരിക്കും. നമ്മുടെ സാധനം വരുന്നുണ്ട്. ഓ, നമുക്ക് തന്നെയാണോ? അല്ല അല്ല, നമുക്കും വരും ഇപ്പൊ ഇതുപോലെ. ഉറങ്ങല്ലേടി? ടോപ്പ് ഫ്ലോറിൽ വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ ലേറ്റ് ആയപ്പോ കിടന്നുറങ്ങണ. നല്ല വൈബ്, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നൈസായിട്ട് ഉറക്കും. എന്റെ സെറ്റപ്പ് അടിപൊളി. ആ കൊണ്ടുവന്നേക്കുന്നൊക്കെ നല്ല രസമുണ്ട്. നല്ല അടിപൊളി റിപ്സും ഒക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. അത് ഈ വ്യൂ പൊളിയല്ലേ? ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അടിപൊളി, നല്ല അടിപൊളി ഫുഡും നല്ല അടിപൊളി വൈബും. ഇത് വെറുതെ എമ്മിയാന്ന് തോന്നുന്നു കേട്ടോ. മൊത്തത്തിൽ ബർത്ത്ഡേ കളർ ബീഫ് റിബ്സ് ആണ്. നൈസായില്ലേ? അടിപൊളി. എന്താ ചിരിക്കണേ? അതൊരു കോമഡി ആക്കണോ? എല്ലാരും, എല്ലാ കപ്പിൾസും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അവരുടെ ടൈം എടുത്തൊക്കെ അല്ലേ കഴിക്കുന്നത്. ഞങ്ങൾ അങ്ങനല്ല. എവിടെ പോയാലും അതിന് സ്വർഗത്തിൽ പോയാലും ശരി ഫുഡ് കൊണ്ട് വെച്ചാൽ ഫുഡ് കഴിക്കാൻ അവിടെ നിന്ന് അപ്പം ഇറങ്ങാം. ഞങ്ങളുടെ സ്വഭാവം അൺറൊമാൻറ്റിക് ഫുഡിന്റെ കാര്യത്തില് മാത്രം. മൊത്തത്തില് കളറായല്ലേ? ഫുഡും വൈബും ഇനി കൂടെ പറഞ്ഞ് ആൾക്കാരെ വെറുപ്പിക്കുന്നില്ല. അടിപൊളി. ഇനി ഒന്ന് സമാധാനമായിട്ടിരുന്ന് കഴിക്കട്ടെ. സമാധാനമായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ ഇനി. ഓക്കെ.
It's നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ ഞാൻ. അവര് മെഴുകുതിരി കത്തിക്കാൻ നോക്കിയിട്ട് പറ്റില്ല, കത്തുന്നില്ല, കാറ്റ് കാരണം. അപ്പൊ വേറെ ലൈറ്റർ എടുക്കാൻ എന്തോ പോയി. ദാ എനിക്ക് വേണ്ടിയിട്ടുള്ള സോങ് ഒക്കെ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. കണ്ടാ, പാട്ട് തരുന്നതിന് മുമ്പ് വന്നാ മതിയായിരുന്നു. മെഴുകുതിരി നിൽക്കുന്നില്ല ഗൈസ്. ആ, കുഴപ്പമില്ല. അതെ. അടിപൊളി കേക്ക്. മെഴുകത്തില്ല, അത്രയും കാറ്റുണ്ട് ഇവിടെ. അതെ, നല്ല അടിപൊളി കാറ്റാണ്. കേക്ക് അടിപൊളി. നല്ല മ്യൂസിക്. ബർത്ത്ഡേ സ്പെഷ്യൽ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങള് കുറച്ച് നൃത്ത ചുവടുകളൊക്കെ വെച്ചതിന് ശേഷം പിന്നെ അവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്ന് കുറച്ച് നേരം കൂടി അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. വ്യൂ അല്ലേ? ഇതിവിടെ വന്ന എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ? പിന്നല്ല. അങ്ങനെ ബർത്ത്ഡേ ഡിന്നറൊക്കെ കഴിഞ്ഞ് ശരിക്കും അടിപൊളിയായിരുന്നു. ഓ, നല്ല കാറ്റുണ്ട്. എന്റെ മെഴുകുതിരി പോലും കത്തിയില്ല ഈ കാറ്റത്ത്. പക്ഷെ ഈ വ്യൂ, ഓയ്യോ, ഇതാ നോക്കി എങ്ങോട്ട്, ഞാൻ കറങ്ങുന്നിടത്ത് കാണിച്ചോ ക്യാമറ. അതെ, ഇങ്ങോട്ട് നോക്കിയാലും കണ്ടോ? അയ്യോ, ഇവിടെ വ്യൂ ഇല്ല. സോറി, ഒന്നും കൂടി. എങ്ങോട്ട് നോക്കിയാലും ദേ അടിപൊളിയാണ്. ദുബായിയുടെ കംപ്ലീറ്റ് ഒരു ഭംഗി ഇവിടെ ടോപ്പിൽ നിൽക്കുമ്പോ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇനി റൂമിലേക്ക് പോവാണ്. ബാക്കി പരിപാടിയൊക്കെ നാളെ ഉണ്ട് കേട്ടോ. ബൈ ബൈ. ബൈ ബൈ.